നമുക്കിന്നേ വെള്ളരിക്ക വെച്ചിട്ട് നല്ലൊരു മോരുകറി ഉണ്ടാക്കിയാലോ. അപ്പോൾ എനിക്കൊരു മീഡിയം സൈസിലുള്ള വെള്ളരിക്ക കിട്ടി. അപ്പോൾ നമുക്കതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ആ ചോറൊക്കെ ഒന്ന് കളഞ്ഞ് ഇതിനെ നമുക്കൊരു മീഡിയം സൈസിലൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇതിനെ മീഡിയം സൈസിലിവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2-3 തണ്ട് കറിവേപ്പില ഉരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കാം കേട്ടോ. കാരണം വെള്ളരിക്കൊക്കെ കാരണം പെട്ടെന്നാവും. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു നാളികേരത്തിൻ്റെ പകുതി 1/2 മുറി തേങ്ങ ചിരകി വെച്ചതാണ്. ഇനി നമുക്കിത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2-3 വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതൊന്ന് അരഞ്ഞ് കിട്ടാനുള്ള ആവശ്യത്തിനുള്ള തൈരും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞ് കിട്ടണം. എത്രയൊക്കെ അരയണോ അത്രയും നല്ലതാണ് മോരുകറിക്ക്. ഇപ്പം ഞാനിവിടെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ജാറിലേക്ക് നമ്മൾ ബാക്കിയുള്ള മോരും കൂടിയും ഒഴിച്ചിട്ടൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 1/2 ലിറ്റർ തൈരാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ചും കൂടി ഉപ്പിൻ്റെ പോരായ്മയുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ടു. നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. ഈ അരപ്പ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം വേണം നമുക്കിതൊന്ന് താളിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് വെട്ടി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടി വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. ഉലുവിട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു പ്രത്യേക ഒരു കളറിനും ടേസ്റ്റിനും വേണ്ടിയിട്ടാണ്. ഇതിലോട്ട് ഇനി കായപ്പൊടിയും ഉലുവപ്പൊടിയും കൂടി ചേർത്തതാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു 1/4 ടീസ്പൂണോളം ഉണ്ട് കേട്ടോ. കായും ഉലുവയും കൂടി ചേർത്ത് പൊടിച്ചതാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒരു കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ 2-3 ദിവസത്തേക്ക് വേറെ കറികൾ വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് 2-3 ദിവസം കഴിക്കാനായിട്ട് പറ്റും. ഇരിക്കും തോറും ഇതിന് ടേസ്റ്റ് കൂടുകയാണ് ചെയ്യുക. പിന്നെ മാത്രമല്ല ബാച്ചിലേഴ്സിനൊക്കെ ഇങ്ങനത്തെ കറികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ 2-3 ദിവസത്തേക്ക് പിന്നെ തിരിഞ്ഞ് നോക്കണ്ടല്ലോ. ഈ കറി തന്നെ ഉപയോഗിക്കാം. പിന്നെ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യവുമില്ല. ഇതിങ്ങനെ എല്ലാ ദിവസവും ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണും വരെ ഓക്കെ ബൈ. താങ്ക് യു.